അതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എന്താണെന്നറിയാമോ? അത് ICUല. അതിൻ്റെ കൗണ്ടെല്ലാം കുറഞ്ഞ് അതിന് എണീക്കാൻ പറ്റാതെ പരസഹായമില്ലാത്ത ഒരു രീതിയിലും ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി കീമോ എടുത്ത് കഴിഞ്ഞ് വന്ന സമയത്തിട്ട ഒരു വീഡിയോ ആണത്. ആ വീഡിയോയിൽ ആ കുട്ടി അതിൻ്റെ വേദന പറഞ്ഞതാണ്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ അതിനോട് ചോദിക്കുന്നുണ്ട്, അതിനുള്ള റിപ്ലൈ കൊടുത്തതാണ്. രേണുസുതി, ശരിക്കും പറഞ്ഞാൽ രേണുസുതിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അത് ഒരു പാവം തോന്നുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ഇങ്ങനെ ഒരു കാര്യം രേണുവിനെ ബാധിക്കും എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ രേണുവിൻ്റെ ഒരു വീഡിയോ രേണു ഇട്ടത്, അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാനതിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ രേണു എന്തിനാണ് ഈ വീഡിയോ ഈ ഒരു സമയത്ത് ഇട്ടതെന്ന് എനിക്കും പേഴ്സണലി തോന്നിയ ഒരു കാര്യം തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. കാരണം കിച്ചുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വീഡിയോ അത് ശരിക്കും പറഞ്ഞാൽ രേണു ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ട വീഡിയോ ആയിരുന്നു. അതിലൂടെയാണ് രേണുവിന് വീണ്ടും വിമർശനങ്ങൾ വന്നു തുടങ്ങി ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗം കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ ഒരു ഭാഗം രേണു ഒഴിവാക്കേണ്ട. കാരണം ഇത് നാട്ടുകാരെന്തോ വന്ന് പറയാതിരിക്കുക എന്ത് കാര്യമോ ചെയ്തോട്ടെ, പക്ഷെ അതിനൊക്കെ മറുപടി കൊടുക്കാനായിട്ട് രേണു ഈ ഒരു സമയത്ത് നിൽക്കരുതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതായത് രേണു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാം, എന്തിനാണ് ഈ നാട്ടുകാർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യം? ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം നെഗറ്റീവ് പറഞ്ഞവരാണ് അല്ലെ ഞാൻ ചോദിക്കട്ടെ. എന്നിട്ട് അവർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇപ്പം എന്താണ്? ഇപ്പോൾ ദിയ ഇതിൽ വന്ന് പറഞ്ഞ ഈ ഒരു കാര്യം കുറച്ചുകൂടി ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഒരമ്മയും മകനും തമ്മിലുള്ളതാണ്. കിച്ചുവിൻ്റെ ഇമോഷൻ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ രേണുവിൻ്റെ ഇമോഷൻ എന്തായിക്കോട്ടെ, അത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവർ പറയുന്നതിന് ജനങ്ങൾ അതിൻ്റെതായ രീതിയിൽ എടുത്താലും മതി. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ആ സ്ത്രീയെ ഇമാതിരി വേട്ടയാടുന്നത്? അത് അതിൻ്റെ വേദന പറഞ്ഞതാണ്. അത് മനസ്സിലാക്കാനുള്ള കുറച്ചെങ്കിലും ഒരു തലച്ചോറ് നിങ്ങളൊക്കെ ഉപയോഗിക്കും. അതിന് കിച്ചുവിനെ കാണണമെന്നുള്ളതായിരിക്കും അതിൻ്റെ ആഗ്രഹം. പക്ഷെ അത് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വേദന ഇവിടെ ചേർത്താണ് സംസാരിക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ ഇപ്പം അങ്ങനെയാണ്. അത് എപ്പോഴും എങ്ങനെയെന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥനയും പാട്ടും ഇങ്ങനെ ജീവിക്കുക. അതിങ്ങനെ ജീവിതം പ്രതിഷേധത്തിന്റെ രീതിയിലേ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. കൗണ്ട് കുറഞ്ഞ് ICUലാണ് എന്നുള്ള തരത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കിച്ചുവിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ രേണുവിന് കിച്ചുവിനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു രീതിയാണ് ദിയ പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു വേദനയാണ് രേണു പങ്കുവച്ചത് എന്നുള്ള തരത്തിലും പറയുന്നു, കിച്ചുവിനെ കാണാത്തതിലുള്ള ആ ഒരു ഇത്. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ, രേണുവിന് അത്രത്തോളം ആഗ്രഹമുണ്ട് കിച്ചുവിനെ കാണാനെങ്കിൽ ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ്. രേണു കിച്ചുവിൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്. എന്തോ ആയിക്കോട്ടെ, രേണുവിന് കിച്ചുവിനെ വിളിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കിച്ചു രേണുവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുമായിട്ട് ആ ഒരു തരത്തിൽ കിച്ചുവായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ആ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനൊന്നും വലിയ പാടൊന്നുമില്ല. അത് ഈ പറയുന്ന നാട്ടുകാരടുത്ത്, അതായത് രണ്ട് സൈഡും ചിന്തിക്കുന്നവരായ നാട്ടുകാരടുത്ത് ഇത് പറയാൻ പാടില്ലായിരുന്നു. അതാണ് രേണു ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അതിലാണ് രേണുവിന് പറ്റിയ ഒരു അമളി എന്ന് പറയുന്നത്. രേണു ഒരിക്കലും ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിക്കരുത്, ഒരു ചർച്ചയ്ക്ക് എത്തിക്കരുതായിരുന്നു. അതായിരുന്നു വേണ്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ രേണുവിന് തെറ്റുപറ്റി. ഈ പറയുന്ന മാതിരി രേണുവും കിച്ചുവുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ഈ പറയുന്ന രീതിയിൽ രേണുവിനും കിച്ചുവിനും കോൺടാക്ട് ഉള്ളവരുണ്ടായിരിക്കും, രണ്ടുപേർക്കും കോൺടാക്ട് ഉള്ളവരുണ്ടായിരിക്കുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കിച്ചുവിനെ കാണാൻ അത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു രീതി ബന്ധപ്പെടണമായിരുന്നു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അതായത് പബ്ലിക്കിന്റെ മുന്നിൽ എത്തിക്കാതെ അവരുടെ പേഴ്സണൽ വിഷയം ആ ഒരു തരത്തിൽ അത് തീർക്കണമായിരുന്നു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത്? രേണു അങ്ങനെ ഒന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അത് പിന്നെ വീണ്ടും നെഗറ്റീവ് പറയുന്ന തരത്തിലോട്ട് രേണുവിൻ്റെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ രേണു മനസ്സിലാകാതെ ഇങ്ങനെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യരുതായിരുന്നു. അതായത് രേണു ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, അവിടെ മിസ്റ്റേക്ക് പറ്റി, ഓക്കെ. അതോടൊപ്പം തന്നെ കിച്ചുവിൻ്റെ കാര്യം, കിച്ചു എന്തുകൊണ്ടാണ് രേണുവിനെ കാണാൻ വരാത്തത് എന്ന് നമുക്കറിയത്തില്ല. എന്താണ് റിയൽ റീസൺ എന്നതിനെക്കുറിച്ച്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ കിച്ചുവും രേണുവും ഇപ്പോൾ രണ്ട് ഇതിലാണ് നിൽക്കുന്നതെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ കിച്ചുവിന് വേണമെങ്കിൽ രേണുവിനെ പോയി കാണാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ആ ഒരു തരത്തിൽ പ്രശ്നം അത്രത്തോളം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാനായിട്ട് ഇവർക്കിടയിൽ ആളുണ്ടാവണം. ആളുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അത്രയ്ക്കും രേണുവിന് ഈ ഒരു അവസ്ഥയിൽ കിച്ചുവിനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരാണ് മുൻകൈ എടുക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഈ പറയുന്ന നാട്ടുകാരുടെ അല്ല ഇത് വന്ന് പറയേണ്ടിയിരുന്നത്. ശരിക്കും പറയാൻ അത് ഇവർക്ക് രണ്ടുപേർക്കും പരിചയമുള്ളവർ ആ ഒരു രീതി മുൻകൈ എടുത്ത് ആ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കണമായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഇനിയും അതിന് സമയമുണ്ട്. അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് അവർക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾ മുൻകൈ എടുത്തുകൊണ്ട് കിച്ചുവിനെ രേണുവിൻ്റെ അടുത്ത് എത്തിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വിളിക്കാനോ എന്തെങ്കിലും ഒരു പരിഹാരം അതിൽ കാണുക. അതെ, ആരെങ്കിലും ഇതുപോലെ ചോദിക്കുന്നു എന്ന് കരുതിയിട്ട് വീഡിയോയിൽ വന്ന് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് എന്നുള്ളത് രേണു മനസ്സിലാക്കുക. അത് രേണുവിന് ഇതിന് മുന്നും അനുഭവമുള്ള ഒരു കാര്യമാണ്. പിന്നും എന്തിനാണ് രേണു ഇതുപോലെ ഒരു മിസ്റ്റേക്ക് ചെയ്തത് എന്നതാണ് എനിക്ക് തന്നെ ചിന്തിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്.
എന്തായാലും ഇപ്പോഴത്തെ രേണുവിൻ്റെ അവസ്ഥ, അതായത് കൗണ്ട് കുറഞ്ഞു ICUയിലൊക്കെയാണ് എന്നാണ് ദിയ പറയുന്നത്. നമുക്കറിയാം ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ പലതരത്തിൽ ആശുപത്രിയും അതും ഇതും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടം തന്നെയാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ റിക്കവറായി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് രേണുവിന് സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. രേണു മാത്രമല്ല, ഒരുപാട് പേര് ഈ ഒരു കാര്യം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ലോകത്ത്. അപ്പോൾ പലരും പോരാടുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം റിക്കവറായി വരാൻ എന്നുള്ള ആ ഒരു രീതിയിൽ. ആർക്കും ഇങ്ങനെ ഒരു കാര്യം വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് മാത്രമല്ല, ഇനിയെങ്കിലും രേണു വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. നാട്ടുകാർക്ക് ഒരു ചർച്ചയ്ക്കുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ദയവ് ചെയ്ത്. കാരണം രേണുവിന് ഇപ്പോൾ വേണ്ടതെന്ന് പറയാൻ റെസ്റ്റാണ്. ആ ഒരു തരത്തിൽ സോഷ്യൽ മീഡിയ നോക്കും തോറും പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മൈൻഡ് തന്നെ ഡെസ്പാവുന്ന തരത്തിൽ കൂടി കാര്യങ്ങൾ ചിലപ്പോൾ മാറും. അതുകൊണ്ട് പരമാവധി സോഷ്യൽ മീഡിയ ഒഴിവാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി കമൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാതിരിക്കുക. അല്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക. പിന്നെ കിച്ചുവിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന രേണുവിനെയും കിച്ചുവിനെയും ഒരുപോലെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ആ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു അവർക്കൊരു ഉത്തരം എന്നുള്ള രീതിയിൽ രേണു ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന് പറയാതിരിക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റട്ടെ, കാര്യങ്ങൾ നല്ല രീതിയിൽ ആവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ.